ഓക്കെ ഗായ്സ്, ഓക്കെ ഇവിടെ ഇപ്പം എന്നല്ലേ റീസെൻ്റ്ലി ഞാൻ എന്തായാലും പുതിയ ബൈക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ അപ്പം ഞാൻ എടുത്ത വണ്ടി വെച്ചാൽ ഗൈസ് നമ്മുടെ കവാസാക്കി നിഞ്ച സെഡക്സ്റ്റണറാണ് കേട്ടാ. ഇത് പിന്നെ ഒരു നൈസ് വണ്ടികളൊക്കെയാണ് കേട്ടോ. ഓക്കെ ഇവിടെ ഇപ്പോൾ റോട്ടിലൊക്കെ എന്തായാലും ഒത്തിരി വണ്ടികളൊക്കെ എന്തായാലും പോകുന്നുണ്ട് കേട്ടാ. നമ്മൾ ഏറ്റവും പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ കേട്ടാ. ഈ വണ്ടിക്ക് പിന്നെ ഭയങ്കര സ്പീഡാണ് കേട്ടാ. വണ്ടി പിടിച്ചാലൊന്നും കിട്ടൂല ഗൈസ്. ഓക്കെ നല്ല സ്പീഡുകളൊക്കെ ഉണ്ട് ഗൈസ് ഈ ഒരു സെഡക്സ്റ്റണറിന്. ഓക്കെ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഷിൻചാനെ പിഞ്ചാനെ ആരെയും കൂട്ടാതെ നമ്മൾ ചുമ്മാ എന്തായാലും ഒറ്റയ്ക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് എന്തായാലും കറങ്ങാൻ വന്നു ഗൈസ്. ഓക്കെ ഈ വണ്ടി ഡെലിവറി എടുത്ത കാര്യം ആരും അറിഞ്ഞില്ല ഗൈസ്, നമ്മുടെ വീട്ടുകാരും. ഓക്കെ ഞാനാണെങ്കിൽ ഇന്നലെയാണ് ഈ വണ്ടി ഡെലിവറി എടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ എന്നിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ എന്തായാലും കൊണ്ടെന്തായാലും സേഫായിട്ട് കൊണ്ട് വെച്ചേട്ടാ. നമുക്കെന്തായാലും ഇന്ന് രാവിലെ എന്തായാലും എല്ലാവരെയും സർപ്രൈസായിട്ട് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ ഇത് പിന്നെ നൈസ് കൊണ്ടാണ് കേട്ടോ. ഈ വണ്ടി ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഞാൻ പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളറാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇല്ല നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് ചുറ്റി കറങ്ങാം കേട്ടോ. ഓക്കെ ഗൈസ് എന്തായാലും ഇവിടെ ഉണ്ടാവും ഒരു പുതിയൊരു മാൻഷനുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു നൈസൊരു മാൻഷനുകളൊക്കെയാണ് കേട്ടോ. പൊളിയായിട്ടുള്ളൊരു മാൻഷനുകളൊക്കെയാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇല്ല നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു സെഡക്സ്റ്റണർ കൊണ്ട് നേരെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് വീട്ടിലോട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഗൈസ് ഒരു കോളുകളൊക്കെ പറഞ്ഞു ഇതാരാണ്. ഓക്കെ നമ്മുടെ ലെസ്റ്ററാണ് കേട്ടോ. ഈ ലെസ്റ്റർ എന്തിനാണെന്ന് ഇപ്പോൾ വിളിക്കണം. ഓക്കെ നമുക്കെന്തായാലും ഇല്ല നമ്മുടെ ഈ ഒരു സെഡക്സ്റ്റണറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഓക്കെ എന്നിട്ട് അവിടെ ഫോണുകളൊക്കെ എടുത്ത് നോക്കാം. ആടാ ലെസ്റ്റർ എന്തിനാ വിളിച്ചത്? എടാ ഫ്രാങ്ക്ലിനെ എനിക്കാണെങ്കിലല്ലേ ഒരു അടിപൊളി ഒരു ഇൻഫർമേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ സിറ്റി ഇല്ലേ നമ്മുടെ സിറ്റി, നമ്മുടെ സിറ്റിയിലുള്ള ഒരു വീടിൻ്റെ മേളിലുകളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു UFOകളൊക്കെ കിടക്കണടാ. UFO UFO എടാ UFO മറ്റേ ഏലിയൻസിൻ്റെ മറ്റേ വണ്ടിയല്ലേ? ആടെ ഫ്രാങ്ക്ലിന് അത് നീ പറഞ്ഞത് ശരിയാണ്. ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറയണ. നമ്മുടെ സിറ്റിയിലുള്ള ഒരു ബില്യണയറിൻ്റെ കയ്യിൽ ഒരു പുതിയൊരു അടിപൊളി ഒരു ഗ്രീൻ കളറുള്ളൊരു UFO ഉണ്ട്. UFO എടാ ലെസ്റ്റർ അതെങ്ങനെയാണ് UFO കിട്ടിയ? എടാ ഫ്രാങ്ക്ലിന് അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ലൊക്കേഷനുകളൊക്കെ അയച്ചു തരാം, നീ ചെന്ന് നോക്കി നോക്ക്. ആടെ ലെസ്റ്ററെ ഞാൻ അവിടെ ചെന്ന് നോക്കി നോക്കാം. UFO ഒക്കെ. ഓക്കെ ഗൈസ് നമ്മുടെ സിറ്റിയിൽ കണക്ക് ഒരു ബില്യണയറിൻ്റെ കയ്യിൽ എന്തായാലും UFOകളൊക്കെ എന്തായാലും ഉണ്ടെന്ന് ഗൈസ്. ഓക്കെ എന്തായാലും അത് നോക്കിയിട്ട് തന്നെ കാര്യം ഗൈസ്. ഓക്കെ പറ്റുമെങ്കിൽ നൈസറങ്ങ് അടിച്ചു എൻ്റെ മോനെ. അന്ത ഞാൻ പറയണില്ല കേട്ടാ. അല്ല പിന്നെ താനല്ലേടാ വണ്ടി എടുത്ത് ഇടിച്ചതാ. അല്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഓക്കെ കുറെ ബൈക്കാരന്മാർ രാവിലെ തന്നെ ചുമ്മാ കയറി വരും ഗൈസ്. ഓക്കെ എന്നിട്ട് നമുക്കിട്ട് പണിയും. ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ നമുക്കെന്തായാലും ഇല്ല നേരെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ എന്തായാലും ആ ഒരു ലൊക്കേഷനുകളൊക്കെ കാണിക്കുന്നത് ഇവിടെ എൻ്റെ മോനെ ഇവിടെയാടാ ലൊക്കേഷൻ കാണിക്കണത് ഗൈസ്. ഈ ഒരു മാൻഷൻ സത്യം പറയുന്നത് നമ്മുടെ സിറ്റിയിലുകളൊക്കെ ഏറ്റവും പുതിയതായിട്ടൊന്നൊരു മാൻഷനുകളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുകളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ലൊക്കേഷനുകളൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ അല്ല ഇതിൻ്റെ മേളിലിപ്പോൾ നമ്മൾ എങ്ങനെ പോവും അതെനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഇതിൻ്റെ മേളിലിപ്പോൾ നമ്മൾ എങ്ങനെ പോകും ഗൈസ്. ഓക്കെ പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. എൻ്റെ കയ്യിൽ എന്തായാലും ഒരു ചെറിയൊരു ഡ്രോണുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇല്ലേ ആ ഒരു ഡ്രോൺ വെച്ചാൽ ജസ്റ്റ് എന്തായാലും പറത്തി എന്തായാലും വിടാം ഗൈസ്. ഓക്കെ എന്നിട്ട് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. എൻ്റെ മണ്ടൊക്കെ എന്തായാലും UFOകളൊക്കെ എന്തായാലും ഉണ്ടാകും. ഓക്കെ പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്തായാലും കെയർ എടുക്കാൻ പാടാണ് കേട്ടോ. അത് ഇച്ചിരി സീനാണ് ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഇല്ലേ എങ്ങനെയെങ്കിലൊക്കെ എന്തായാലും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രോൺ ഇട്ട് പറത്തി എന്നാലും നോക്കാം ഗൈസ്. ഇതിൻ്റെ മുകളിൽ UFOകളൊക്കെ ഉണ്ടാകും. ഓക്കെ അതായിനിപ്പോൾ ലെസ്റ്റർ ചുമ്മാ പറയണത്. ഓക്കെ നമുക്കെന്തായാലും നോക്കിയോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഓക്കെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഏതാണ് ഇൻഫർമേഷനുകളൊക്കെ എന്നാലും ഒരിക്കലും തെറ്റല്ല ഗൈസ്. ഓക്കെ നമ്മുടെ ഈ ഒരു മാൻഷൻ്റെ മുകളിലുകളൊക്കെ ഉണ്ട് ഒരു ഏതാണ് UFOകളൊക്കെ കിടപ്പുണ്ടായിട്ട് എൻ്റെ മോനെ. ഓക്കെ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു UFOകളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൽ ആദ്യമായിട്ടാണ് ഗൈസ് UFOകളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ കേട്ടോ. എൻ്റെ മോനെ നൈസ് കളർ ഗ്രീൻ UFOകളൊക്കെ ഈ ഒരു മാൻഷൻ്റെ മുകളിലിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ബില്യണയറിൻ്റെ ആണ് കേസ്. ഓക്കെ നമുക്കെന്തായാലും എന്ത് വില വന്നാലും ശരി നമുക്കിത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയേ പറ്റുമോ കേസ്. ഓക്കെ നമ്മളിപ്പോൾ എങ്ങനെ ഈ ഒരു UFOകളൊക്കെ അടിച്ചു പറ്റും കേസ്. ഓക്കെ ഇതിൻ്റെ മേളിൽ നമ്മളിപ്പോൾ എങ്ങനെ കയറും കേസ്. ഓക്കെ വല്ല പവർഫുള്ളും അല്ല നല്ല ഇത് വല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു UFO അടിച്ചു പറ്റായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഒരു അടിപൊളി ഒരു വഴി കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഏതാണ് ഫ്രാങ്ക്ലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ എന്തായാലും ഒരു ജെറ്റ് പാക്കുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ആ ജെറ്റ് പാക്ക് ഇട്ട് എന്തായാലും നമുക്ക് പറന്നു വന്നാലും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഈ UFO എടുത്തുകൊണ്ട് പോകാൻ പക്ഷേ നമുക്ക് എന്തായാലും തിരിച്ചാൽ ജെറ്റ് പാക്ക് ഇത്തിരി എടുക്കാൻ പാടാണ് ഗൈസ്. ഓക്കെ അതാണ് സീനെന്ന് വെച്ചാൽ. ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചാൽ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഗൈസ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തായാലും കയറണം ഗൈസ്. ഓക്കെ ഇത് കയറാൻ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹെലികോപ്റ്റർ ഒപ്പിച്ച് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഇടണം ഗൈസ്. ഓക്കെ എന്നിട്ട് ഈ ഒരു UFO അടിച്ചു വരണം കേട്ടോ. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു UFOകളൊക്കെ അടിച്ചു പറ്റാൻ മാക്സിമം നോക്കാം ഗൈസ്. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ ഇതിപ്പോൾ എങ്ങനെ ഗൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ UFO അടിച്ചു മാറ്റും?
നമുക്ക് ഈ UFOകളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് ഒരു ഐഡിയ തന്നെ അതല്ല കേട്ടാ. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സാർ UFOകളൊക്കെ അടിച്ചു മാറ്റിയേ പറ്റുമോ ഗൈസ്? ഓക്കെ, എങ്ങനെ ഇപ്പോൾ നമ്മൾ അടിച്ചു മാറ്റും അതാണ് ഞാൻ ആലോചിക്കണം. അത്രയും മേളിൽ നമുക്ക് കയറാൻ പോലും പറ്റൂലേ ഗൈസ്? ഓക്കെ, ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടാ. എന്നാൽ ഈ ബില്ലണയറിൻ്റെ ഐഡിയ കൊള്ളാം കേട്ടോ. അങ്ങോട്ട് സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും കാണൂല ഗൈസ്. ഓക്കെ, കാരണം നമുക്ക് കയറാനൊന്നും പറ്റൂല ഗൈസ്. ഓക്കെ, അങ്ങോട്ട് സ്റ്റെപ്പ് കാണാൻ ചാൻസ് ഇല്ല കേട്ടാ. ഈ ഒരു ബാൽക്കണി കയറി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ചാടാൻ പറ്റുമെന്നോ? ഓക്കെ ഓക്കെ, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. നമ്മുടെ ഈ കിച്ചണിൻ്റെ ഈ സൈഡിലായിട്ടൊരു ബാൽക്കണികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഈ ബാൽക്കണി വഴി ഇവിടെ നിന്ന് നേരെ ചവിട്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുമെന്നോ? ഓക്കെ, നോക്കി നോക്കാം കേസ്. ഓക്കെ, പക്ഷേ എൻ്റെ മോനെ കേസ് നമുക്ക് കയറാൻ പറ്റില്ല. അത് ഭയങ്കര ഹൈറ്റിലാണ് പണിഞ്ഞ് വെച്ചേക്കുന്നത് ചില. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെ കയറും കേസ്? ഓക്കെ, ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേട്ടോ. പക്ഷേ ഇയാൾക്ക് ഇത്രയൊക്കെ പണിയുമ്പോൾ ഒരു എസ്കലേറ്റർ കൂടെ വെച്ചുകൂടെ, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് വെച്ചുകൂടെ? എന്നാൽ ഈസിയായിട്ട് നമുക്ക് കയറിപ്പോയിരുന്നു. ഓക്കെ, കാരണം എൻ്റെ മേളിലാണെങ്കിൽ നമ്മുടെ ആ ഒരു UFO കിടക്കണമെന്ന് ചില കാണാൻ പറ്റില്ല താഴെന്ന്. ഓക്കെ, പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അടിച്ചു മാറ്റിയേ പറ്റുമോ? അല്ലാതെ ശരിയാവത്തില്ല കേട്ടാ. ഇങ്ങനെ ഇപ്പോൾ അടിച്ചു മാറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അടിച്ചു മാറ്റാം കേസ്. ഓക്കെ, ഇതെന്താണ് കേസ്? നമുക്കെന്തായാലും എന്തോ ഒരു മെസ്സേജുകളൊക്കെ എന്തായാലും വന്നല്ലോ. നമുക്കെന്തായാലും ഈ മെസ്സേജുകളൊക്കെ ജസ്റ്റ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് മെസ്സേജ് ആണെന്ന് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു ടാസ്കുകളൊക്കെ എന്തായാലും തന്നേക്കാണ് കേട്ടാ. ഈ ഒരു ടാസ്കുകളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും പറക്കണ ഒരു സൂപ്പർ പവറുകളൊക്കെ എന്തായാലും തരുമെന്ന് എന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഈ പറക്കണ സൂപ്പർ പവറുകളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ, അതായത് ആ ഒരു വീടിൻ്റെ മേളിലുകളൊക്കെ എന്തായാലും കയറിയിട്ട് നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് എന്തായാലും UFOകളൊക്കെ എന്തായാലും അടിച്ചു മാറ്റാൻ എന്തായാലും പറ്റുന്നതാണ് കേട്ടാ. എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ടാസ്ക്കാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ആ UFO അടിച്ചു മാറ്റാനായിട്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ദൈവമായിട്ട് തന്നെ ഗൈസ് എന്തായാലും ഈ ഒരു ടാസ്കുകളൊക്കെ തന്നു ഗൈസ്. ഓക്കെ, ഈ ടാസ്ക് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും പറക്കണ പവർ കിട്ടും ഗൈസ്. ഓക്കെ, ആ പറക്കണ പവർ വെച്ച് പിന്നെ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു വീടിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മുടെ സിറ്റിയിലുള്ള 5 ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, അതിപ്പോൾ സിമ്പിളാണ്. എനിക്കിപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോണടാ? എവിടെയാടാ പോണേ? ഓക്കെ, അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതാണ് കേട്ടോ. ഓക്കെ, അവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു ഡിഫൻഡർ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്ലാസ് അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ടാസ്ക് കൂടെ വരുന്നുണ്ട്. ഓക്കെ, മൊത്തം അവിടെ 3 ടാസ്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്കെന്നാലല്ലേ ഈ ഫസ്റ്റത്തെ ടാസ്ക് എന്നാലും മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ് പൊട്ടി ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ 2 എണ്ണത്തിനെ അടിച്ച് പൊട്ടിച്ചു. ഓക്കെ, അടുത്ത ടാസ്ക് ഇച്ചിരി സീനാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് പോലീസ് കേസ് നമ്മൾ കിട്ടി കേട്ടോ. എൻ്റെ മോൻ, ഇത് ഇച്ചിരി പണിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ പൊട്ടിച്ചോളാം. അപ്പോൾ പോലീസ് കേസൊക്കെ വന്നാ. ഗ്ലാസ് പൊട്ടിച്ച സമയത്ത് ആ വണ്ടിയുടെ ഓണർ വിളിച്ചിറങ്ങി പോലീസുകാരന്മാരൊക്കെ. അങ്ങനെ ആയിരിക്കണം മിക്കവാറും. ഓക്കെ, പോലീസുകാരെ വല്ല വണ്ടി വല്ല ആയിരുന്നെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നശിപ്പിച്ചാളായിരുന്നു. ബെസ്റ്റ്. ഇവിടെ ഇപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? നമ്മൾ പോലീസുകാരന്മാരെ നമ്മൾ ഇടിച്ചിട്ടല്ലോ. അയ്യോ പണിപാളി, ദൈവന്മാരെ നമ്മളെ വെടിവെക്കണമല്ലോ. ഇതെന്ത് കഷ്ടമാണല്ലോ കേസ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു 3 ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ കൂടെ ഒപ്പിക്കണം കേസ്. ഓക്കെ, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും പോലീസ് കേസുകളൊക്കെ പോയ കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഡിഫൻഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലൊരു ഡിഫൻഡർ ഉണ്ട് കേസ്. അതിൻ്റെ ഗ്ലാസ് കൂടെ ആണെങ്കിൽ പൊട്ടിക്കായിരുന്നു കേട്ടോ. അത് വേണ്ട കേസ്. ഓക്കെ, അത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇല്ല ഇതിൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചളയാം കേസ്. ഓക്കെ, എൻ്റെ പൊന്നെ. ഓക്കെ, അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ അങ്ങനെ ഐസായിട്ട് എന്തായാലും അടിച്ചൊട്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോ ചെയ്തു. ഓക്കെ, ആ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2 വണ്ടിയുടെ സെറ്റായി ആദ്യത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിൽ 2 ടാസ്ക് ചെയ്താൽ മതി. ഓക്കെ, അവസാനത്തെ ടാസ്ക് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇനിയിപ്പോൾ 2 വണ്ടി കൂടെ മാത്രം മതി. ഓക്കെ, 2 ഡിഫൻഡർ കൂടെ മാത്രം മതി. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെയൊക്കെ മൊത്തം എന്തായാലും തപ്പാം കേസ്. ഓക്കെ, 2 ഡിഫൻഡർ മാത്രം മതി ഗൈസ്. ഓക്കെ, അടുത്ത ഡിഫൻഡർ കിട്ടി. ഓക്കെ, നമ്മുടെ 4ാമത്തെ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ 4 കേസ്. ഓക്കെ, 4ാമത്തെ വണ്ടിയാണ് കേട്ടോ. നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ മതി കേസ്. ഓക്കെ, നമ്മളങ്ങനെ അതിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്തായാലും ഒരെണ്ണം കൂടെ മാത്രം മതി കേസ്. ഓക്കെ, ഏതാണ് ഡിഫൻഡർ കൂടെ കിട്ടുകയാണെങ്കിൽ ഗൈസ് പൊളിച്ചു. ഓക്കെ, നമ്മുടെ ഈ ഒരു ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ആയി കേസ്. ഓക്കെ, നമുക്കെന്തായാലും അവസാനത്തെ ഒരു ഡിഫൻഡറും കൂടെ നമുക്ക് എന്തായാലും തപ്പാം കേസ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും അവസാനത്തെ ഡിഫൻഡറും കൂടെ കിട്ടിയ കേട്ടോ. ഓക്കെ, ഇതെന്തായാലും നമ്മൾ പോണ വഴിയിൽ നല്ല കണ്ടതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഗ്ലാസ് കൂടെ അടിച്ചോട്ടിക്കാം. ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? അയ്യോ, ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടി കത്തിപ്പിടിച്ചല്ലോ. എന്ത് കഷ്ടമാണല്ലേ ഗായ്സ്. നമ്മളെന്തുമാത്രം ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ വെടിവെക്കണേനൊക്കെ അറിയാതെ നമ്മുടെ വണ്ടി വെടിവെച്ചേസ്. ഓക്കെ, എന്ത് നല്ല അടിപൊളി ബൈക്കായിരുന്നു കേസ്. ഓക്കെ, ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് കേസ്. ഓക്കെ, അങ്ങനെ ആ വണ്ടി പോയി കേസ്. ഓക്കെ, കുഴപ്പമില്ല കേസ്. നമുക്ക് അതിൻ്റെ പകരം UFO കിട്ടുമല്ലോ. എന്നിട്ട് ആ UFO നമുക്ക് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാകും കേസ്. ഓക്കെ,
പക്ഷേ എന്നാലും ഈ വണ്ടി അടിപൊളി വണ്ടിയായിരുന്നു കേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഭയങ്കര സിമ്പിൾ ടാസ്ക് ആണ് ഗൈസ്. ഓക്കെ, ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര സിമ്പിൾ ടാസ്ക് ആണ് ഗൈസ്. ഓക്കെ, 5 NPCനെ കണക്കെ എന്തായാലും കാർ വെച്ച് എന്തായാലും ഇടിച്ച് കൊല്ലണം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു NPCനെ കണക്ക് നമ്മൾ ഇടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതേപോലെ ഇനി 4 എണ്ണത്തിനെ കൂടി ഇടിച്ച് കൊല്ലണം ഗൈസ്. ഓക്കെ, ഇത് സിമ്പിൾ ടാസ്ക് ആണ് കേട്ടോ. വഴി വെച്ച് കിട്ടിയ ഒരു വണ്ടിയാണ് ഗൈസ്. ഓക്കെ, വഴി വെച്ച് കിട്ടിയ ഒരു ഏതാണ് BMW ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവളെയും കൂടെ എന്തായാലും ഇടിച്ച് കൊല്ലാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ അവളെയും കൂടെ അങ്ങനെ ഇടിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എൻ്റെ പോന്നെ ഒറ്റയടിക്ക് നമ്മളങ്ങനെ 2 എണ്ണത്തിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരുത്തൻ എന്തായാലും അവിടെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അവൻ്റെ പള്ളയെ കൂടെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്താ ഇവിടെ ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഈ ചേച്ചിനെ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ കണ്ടോ ഒരുത്തി നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അവളെയും കൊണ്ട് ഇടിച്ചിട്ടാവും. അവൾ ചത്താ. ഓക്കെ, അവൾ ചത്തെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, എന്നാലും നമുക്ക് ഒരിക്കലും കൂടെ അവളെ ദേഹത്ത് വണ്ടി കയറ്റാം ഗൈസ്. ഓക്കെ, യെസ്, അങ്ങനെ നമ്മളങ്ങനെ ആ ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ആദ്യം തന്നിരുന്നെങ്കിൽ ഈസിയായിട്ട് നമ്മൾ ചെയ്യായിരുന്നു. ഓക്കെ, അവസാനത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇതിലെന്തായാലും 3 ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവസാനത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ വിളിച്ചത് വീഡിയോസ് എല്ലാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. അങ്ങനെ ഫൈനൽ എന്തായാലും ആ ഒരു ടാസ്ക് കൂടെ അങ്ങനെ കംപ്ലീറ്റ് ആയിക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പറക്കണ സൂപ്പർ പവറുകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ അത് വെച്ച് നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു UFOകളൊക്കെ എന്തായാലും അടിച്ചോറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്, നമുക്ക് പറക്കണ പവർ കിട്ടി. ഇനിയിപ്പോൾ ഈസിയായിട്ട് UFO അടിച്ചോറ്റാം. ഓക്കെ, നമുക്കപ്പോൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കും എന്തായാലും ഗൈസ് എന്തായാലും പറക്കണ സൂപ്പർ പവറുകളൊക്കെ കിട്ടിയാട്ടാ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പറന്ന് എന്തായാലും ഏറ്റവും മേളിൽ പോകാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഗൈസ് ആ ഒരു UFOകളൊക്കെ എന്തായാലും അവിടെ നിന്ന് അടിച്ചോറ്റാം ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നൈസായിരിക്കും. ഓക്കെ ഓക്കെ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ആ UFOകളൊക്കെ എന്തായാലും അടിച്ചോറ്റേക്കാണ് കേട്ടോ. ആ വീട്ടിലുള്ള ആരും അറിഞ്ഞില്ലെന്നാണ്. ഓക്കെ, അറിഞ്ഞാലും എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, എനിക്ക് ഈസി ആയിട്ട് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നമുക്ക് കിട്ടി UFO ആണ് ഗൈസ്. UFO. ഓക്കെ, എൻ്റെ ആളി ഇപ്പം ഇതൊക്കെ വിറ്റാലുള്ള പൈസ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഓക്കെ, നമുക്ക് ഒറ്റ അടിക്ക് തന്നെ മില്യണയർ ആവാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ ഒരു ലോകത്തിൽ തന്നെയുള്ള വലിയ ബില്യണയർ ആവാൻ പറ്റും ഗൈസ്. ഓക്കെ, എവിടെന്നെങ്കിലും നമ്മുടെ ആ ഒരു ആളുകളൊക്കെ അടിച്ചു പറ്റിയായിരിക്കും ഗൈസ്. ഓക്കെ, ആ ഒരു ബില്യണയർ എവിടെന്നെങ്കിലും അടിച്ചു പറ്റിയായിരിക്കും ഗൈസ് ഈ ഒരു UFO. ഓക്കെ, ഇത് പിന്നെ നൈസ് UFO ആണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു UFO കൊണ്ട് നമ്മുടെ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ എന്തിനും കൊണ്ടിടാം. ഓക്കെ, നമ്മുടെ വീട്ടിന് ഭയങ്കര ഹൈറ്റ് കുറവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിനെ മേളിൽ ഈ സാധനം കൊണ്ട് ഇടാം ഗൈസ്. എന്നിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തൊക്കെ എന്തായാലും കൊണ്ട് വിൽക്കാം കേട്ടോ. നമ്മുടെ സിറ്റിയിലുള്ള ഏറ്റവും നീളം കൂടിയ ബിൽഡിങ് ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ മേളിലിടാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ മേളികളൊക്കെ പിന്നെ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റും കേട്ടോ. ഇവിടെ പക്ഷേ ഇപ്പോൾ ആരും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു UFOകളൊക്കെ നമുക്ക് എന്തായാലും എടുക്കണമെങ്കിൽ ഇതിൻ്റെ ചാവി തന്നെ വേണം ഗൈസ്. ഓക്കെ, ഈ ഒരു UFOക്ക് ഒരു ചാവി ഉണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു ചാവിയിട്ട് മാത്രമേ നമുക്ക് ഈ UFO തുറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഒരു UFOകളൊക്കെ കിടന്ന സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ചാവി ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അത് വെച്ചാണ് ഞാൻ തുറന്നെടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇതിൻ്റെ താക്കോലുകളൊക്കെ വെച്ചിരിക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആർക്കും എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അഥവാ ആരെങ്കിലും തുറക്കാൻ നോക്കി അവരെ ഷോക്ക് അടിച്ച് തെറിപ്പിച്ചിടും ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടാം ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് സൂപ്പർ പവേഴ്സ് കിട്ടി. എൻ്റെ മോൻ ഇതെന്താണ് ഈ സംഭവിക്കണത്? എൻ്റെ സൂപ്പർ പവേഴ്സൊക്കെ പോയാ? ബെസ്റ്റ്.